ചെയ്ത തെറ്റിനെല്ലാം അലീനയോടും സ്റ്റാലിനോടും മാപ്പ് പറഞ്ഞ് റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മാപ്പ് പറയുകയാണ് ഒടുവിൽ റീത്ത. മുട്ട് മടക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സ്റ്റാലിൻ്റെ 100-ൽ 99% ഇങ്ങനെ ഉള്ള മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും കാരണം റീത്തയാണെന്ന് അലീന മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റീത്ത എന്ന സ്ത്രീയെ പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്ത എന്ന സ്ത്രീയാണ് തൻ്റെ പപ്പയുടെ ദാമ്പത്യ ജീവിതം നശിപ്പിച്ചത് എന്ന് സ്റ്റാൻലി തന്നെ അലീനയോട് പറയുന്നുണ്ടല്ലോ. കൂടാതെ തന്നെ സ്റ്റാൻലിയുടെ ജീവിതത്തിൽ നടന്ന മറ്റ് ചില കാര്യങ്ങളും സ്റ്റാൻലി വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പയുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഞാൻ തിരികെ പിടിക്കുമെന്ന്. പപ്പയെ എനിക്ക് പഴയ പപ്പയായി തന്നെ വേണം. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു പപ്പയെ, ആരോഗ്യവാനായ ഒരു പപ്പയെ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതിനായിട്ട് അലീനയുടെ പരിശ്രമങ്ങൾ തുടങ്ങുകയാണ് എന്ന് സാധിക്കും. അതായത് റീത്തയാണ് എല്ലാത്തിനും പ്രശ്നമെന്ന് അലീന മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ റീത്ത എന്ന ഭൂതത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സുഖമായി തന്നെ പപ്പയെയും കൂടാതെ തന്നെ പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഒന്നിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് വല്യപ്പച്ചൻ്റെ സഹായം തേടുന്നു? അലീന തേടുകയാണ്. അതായത് വല്യപ്പച്ച, ഈ റീത്തയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചൻ, നീ എങ്ങനെ റീത്തേനെ കുറിച്ച് അറിഞ്ഞത്? ഈ റീത്ത ആരാണെന്നൊക്കെ നിന്നോടാരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴാണ് വല്യപ്പച്ചനോട് റീത്ത ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ അലീന വ്യക്തമാക്കുന്നത് എന്ന് കാണാം. ഇതേ സമയം റീത്തയെക്കുറിച്ച് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവർ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് മോളെ. അവർ കാരണമാണ് എൻ്റെ ലാലിച്ചൻ ഈ ഗതിയിലെത്തിയത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ലാലിച്ചനെ മാറ്റിയെടുക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റിയില്ല. അവൻ്റെ ജീവിതം തകർത്തത് തന്നെ ഈ മൂദേവിയാണ് എന്ന് മുത്തശ്ശൻ, അതായത് വല്യപ്പച്ചൻ അലീനയെ അറിയിക്കുന്നു. ഇതേ സമയം അവരെ എങ്ങനെയാ ഒന്ന് മുട്ടുകുത്തിക്കാനായിട്ട് കഴിയുക എന്ന് ചോദിക്കുന്നു. അതിന് ഒരുപാട് വഴികളുണ്ട് മോളെ എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ അവരെ പിടിച്ചു വച്ചിരിക്കുന്നത് റീത്താമ്മയാണ്. അതായത് സ്റ്റാലിൻ്റെ മക്കളെയും ഭാര്യയെയും. അവരെ സ്റ്റാലിൻ്റെ കൂടെ കൊണ്ട് നിർത്താനായിട്ട് ഒരേ ഒരു വഴിയുള്ളത് എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരിൽ സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ പോവുകയാണ് എന്ന് നീ റീത്താമ്മയെ വിളിച്ചറിയിക്കണം. അതായത് എങ്ങനെയെങ്കിലും സ്റ്റാലിനോട് അറിയിക്കാനായിട്ട് പറയണം. ഇതേ സമയമാണെങ്കിൽ അവർ വന്ന വഴി തിരികെ വന്നോളും എന്ന് പറയുന്നു. സ്വത്തിനോടൊക്കെ ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലാണ് ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ. അതും വൃത്തികെട്ട സ്ത്രീ. അവരുണ്ടല്ലോ, ഒരുപാട് പൈസയ്ക്ക് ആർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മകളുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ഓടി വന്ന് നിന്നെ തുരത്താനായിട്ട് ശ്രമിച്ചത് എന്ന് പറയുന്നു. ആ വഴി തന്നെ നീയും മുന്നോട്ട് പോയാൽ, നിനക്ക് സ്വത്ത് വേണ്ടെന്ന് നീ പറയണ്ട, ആ വഴി നീയും മുന്നോട്ട് പോയാൽ നിനക്ക് ഒരുപാട് സ്വത്ത് എഴുതി വയ്ക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റീത്ത വന്നെത്തുമെന്ന് പറയുന്നതും ഒടുവിൽ സ്റ്റാലിൻ്റെ ഭാര്യയെയും മക്കളെയും അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയും. അങ്ങനെ നിനക്ക് റീത്തയെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഒടുവിലതാ നമ്മുടെ സ്റ്റാലിനെ കൊണ്ട് തന്നെ അലീന ഈ നാടകത്തിന് കൂട്ടുനിൽപ്പിക്കുന്നു. അതായത്, പപ്പ എനിക്ക് ഒരുപാട് സ്വത്തുക്കൾ വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം, അതെന്തിനാ മോളെ ഇത്രയും സ്വത്ത് നിനക്ക്
ഇതുവരെയും ഒന്നും വേണ്ടെന്നുള്ളോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്ക് ചോദിച്ചാൽ എന്തും തരാമെന്നല്ലേ പപ്പ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ സ്വത്താണ് ചോദിക്കുന്നത്, എനിക്ക് സ്വത്ത് വേണം എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അത് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാം. ഇത് എങ്ങനെയൊക്കെയോ, അതായത് പൗലോസാണ് നമ്മുടെ റീത്തയുടെ ഇപ്പോഴത്തെ ആയുധമെന്ന് അറിയാമല്ലോ. പൗലോസ് മുഖാന്തരം റീത്ത അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ റീത്ത പറന്നെത്തുകയാണ്. റീത്ത പറന്ന് എത്തിയിട്ട് പറയുകയാണ്, അതായത് നിനക്ക് ഇതുവരെയും സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നല്ലോടി, പിന്നെ എന്തിനാടി ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ പപ്പയുടെ സ്വത്തുക്കൾ തീർച്ചയായിട്ടും വേണം. പപ്പയ്ക്ക് ഭാര്യ മക്കളൊന്നും ഇല്ലല്ലോ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്നു. ആര് പറഞ്ഞു നിൻ്റെ പപ്പയ്ക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്തിനാണ് അവർ? എൻ്റെ പപ്പയുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പപ്പയുടെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തേണ്ടതും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ അത് ഞാൻ നോക്കും എന്ന് പറയുന്നു. എൻ്റെ പേരിൽ ഞാൻ ആക്കും എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അത് കേട്ട് അവിടെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ റീത്ത പറയുന്നുണ്ട്, എടി നിൻ്റെ ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ആ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയം കണ്ടെത്തിയിരിക്കും, ഞാൻ ലക്ഷ്യത്തിലെത്തിച്ചിരിക്കും എന്ന് പറയുന്നു. എന്തായാലും ഈ സ്വത്ത് എനിക്ക് വേണ്ട എന്ന് പറയണമെങ്കിൽ, ഈ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, തൻ്റെ പപ്പയുടെ ഭാര്യയെയും മക്കളെയും തിരികെ പപ്പയുടെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് അലീന പറയുന്നു. ഇതേ സമയം വേറൊരു വഴിയില്ലാത്തതിനാലും സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ റീത്ത സ്റ്റാലിൻ്റെ മക്കളെയും ഭാര്യയെയും കൂട്ടി സ്റ്റാലിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിൽ സ്റ്റാലിൻ്റെ ഭാര്യ റീത്താമ്മയുടെ ചതികൾ ഓരോന്നായി മനസ്സിലാക്കിയെടുക്കുകയും ഒടുവിൽ റീത്താമ്മ എന്ന ദുഷ്ടയെ സ്റ്റാലിനും അലീനയും ചേർന്ന് പൊളിച്ചെടുക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ റീത്താമ്മയും കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിനും അലീനയും തമ്മിൽ ഒരു വലിയ പോര് തന്നെ നടക്കുന്നുണ്ട്. ആ പോരിൽ റീത്ത പരാജയപ്പെടുന്നു. സ്റ്റാലിനോടും അലീനയോടും ഒടുവിൽ റീത്ത മാപ്പ് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. പ്രേക്ഷകരെ, കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.